നമസ്കാരം. പാലക്കാട്ടെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പുതിയൊരു തീപ്പൊരി വീണിരിക്കുന്നു. ലൈംഗിക ആരോപണ വിവാദങ്ങളെ തുടർന്ന് സസ്പെൻഷനിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പാലക്കാട് ബംഗളൂരു KSRTC ബസ് സർവീസ് ഫ്ളാഗ് ഓഫ് ചെയ്തതിനെ ചൊല്ലി കോൺഗ്രസിനുള്ളിൽ പുതിയ തർക്കം ഉടലെടുത്തിരിക്കുകയാണ്. സംഘടനാ നേതൃത്വത്തെ മറികടന്ന് ജനകീയ പ്രവർത്തനങ്ങളിലൂടെ മുഖ്യധാരയിലേക്ക് മടങ്ങിയെത്താൻ നടത്തുന്ന ഒരു തന്ത്രമായിട്ടാണ് കോൺഗ്രസിനുള്ളിൽ തന്നെ ഇതിനെ പലരും കാണുന്നത്. KSRTCയുടെ പുതിയ സർവീസ് ഫ്ളാഗ് ഓഫ് ചെയ്തുകൊണ്ട് പൊതുരംഗത്ത് വീണ്ടും സജീവമാകാനുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ ശ്രമം അദ്ദേഹത്തെ അംഗീകരിക്കാത്ത സ്വന്തം പാർട്ടിയിലെ പ്രാദേശിക നേതാക്കളുടെ എതിർപ്പിന് കാരണമായി. MLA എന്ന ഭരണഘടനാ പദവി ഉപയോഗിച്ച് ജനങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ പാർട്ടി ഘടകങ്ങളെ പോലും അറിയിക്കാതെ നടത്തിയ ഈ ഉദ്ഘാടനം കോൺഗ്രസിലെ ആഭ്യന്തര ഭിന്നതയുടെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ്. പൊതുപരിപാടികൾക്കിടയിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്ന രാഹുലിന്റെ മണ്ഡലത്തിലെ ആദ്യ ഔദ്യോഗിക പരിപാടി കൂടിയാണിത്. രാഹുലിനെ പൊതുവേദികളിൽ പങ്കെടുപ്പിക്കില്ലെന്ന് DYFIയും BJPയും നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. കാര്യമായ പ്രചാരണം ഇല്ലാതെ രാത്രിയിൽ നടന്ന ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ പ്രതിഷേധങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിലും DYFI പിന്നീട് ട്രാൻസ്പോർട്ട് ഓഫീസറെ ഉപരോധിച്ചു. രാഹുൽ രാത്രിയിൽ തലയിൽ മുണ്ടിട്ട് വന്ന് ഉദ്ഘാടനം ചെയ്തുവെന്ന് DYFI ജില്ലാ സെക്രട്ടറി KC റിയാസുദ്ദീൻ പരിഹസിച്ചു. എന്നാൽ രാഹുലിനെതിരെ കോൺഗ്രസിനുള്ളിൽ നിന്നാണ് പുതിയ സംഘർഷം ഉയർന്നത്. തങ്ങളെ അറിയിക്കാതെയാണ് MLA പരിപാടി നടത്തിയതെന്ന് പാലക്കാട്ടെ കോൺഗ്രസ് നേതാവും കൗൺസിലറുമായ മൻസൂർ മണലാഞ്ചേരി. ഇതിനെതിരെ പിന്നീട് ബ്ലോക്ക് കോൺഗ്രസ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ശബ്ദ സന്ദേശം വഴി പരാതിയും നൽകി. ഇത് പാർട്ടിയിലെ ഗ്രൂപ്പ് വഴക്കുകളും സസ്പെൻഷനിലായ MLAയുമായി സഹകരിക്കേണ്ടതില്ലെന്ന പ്രാദേശിക നേതൃത്വത്തിന്റെ നയവും എത്രത്തോളം രൂക്ഷമാണെന്ന് വ്യക്തമാക്കുന്ന ഒന്നുകൂടിയാണ്. രണ്ട് രീതിയിലാണ് രാഹുലിന്റെ ബസ് സർവീസ് ഫ്ളാഗ് ഓഫ് വിലയിരുത്തപ്പെടുന്നത്. ഒന്ന്, സസ്പെൻഷൻ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പാർട്ടി പരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLA എന്ന നിലയിലുള്ള തന്റെ ഭരണഘടനാപരമായ കടമ ഉപയോഗിച്ച് ജനങ്ങളുമായി വീണ്ടും ബന്ധം സ്ഥാപിക്കാനുള്ള തന്ത്രമാണ് ഇതെന്ന് ഒരു വിഭാഗം പറയുന്നു. മറ്റൊരു വിഭാഗം പറയുന്നത് പാലക്കാട്ടുകാരുടെ ദീർഘകാലമായുള്ള ഒരു ആവശ്യം പൂർത്തിയാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ വിവാദങ്ങൾക്കിടയിൽ മണ്ഡലത്തിൽ തനിക്ക് പ്രസക്തിയുണ്ടെന്ന് തെളിയിക്കുക എന്നതാണ് ലക്ഷ്യമെന്ന്. പാലക്കാട് നഗരസഭാ കൗൺസിലർ അടക്കമുള്ള പ്രാദേശിക നേതാക്കൾ തങ്ങളെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ടാണ് MLAയുടെ പരിപാടി നടന്നതെന്ന് തുറന്നടിച്ചതോടെ കോൺഗ്രസ് നേതൃത്വത്തിന് വലിയ നാണക്കേടുണ്ടായിരിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ മണ്ഡലത്തിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള സംഘടനാ സംവിധാനം പോലും MLAയുമായി സഹകരിക്കുന്നില്ല എന്നത് UDFന് വലിയ തിരിച്ചടിയാണ്. പൊതുജനക്ഷേമപരമായ കാര്യങ്ങളിൽ പോലും ഐക്യമില്ലാത്ത ഈ അവസ്ഥ വോട്ടർമാർക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കേണ്ട ഘട്ടത്തിൽ ആഭ്യന്തര ഭിന്നത രൂക്ഷമാകുന്നത് കോൺഗ്രസിന്റെ വിജയസാധ്യതകളെ സാരമായി തന്നെ ബാധിക്കും. വിവാദങ്ങൾ കെട്ടടങ്ങുന്നതിന് മുമ്പ് തന്നെ കോൺഗ്രസിനുള്ളിലെ ഈ ഏകോപനമില്ലായ്മ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് വലിയ പ്രചാരണ ആയുധമായി മാറും. UDF ഒറ്റക്കെട്ടായി തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഈ ആഭ്യന്തര കലഹം പുറത്തു വന്നിരിക്കുന്നത്. രാഹുലിന്റെ സസ്പെൻഷൻ ഒരു വശത്തും പ്രാദേശിക നേതാക്കളുടെ നിസ്സഹരണം മറുവശത്തും നിൽക്കുമ്പോൾ കോൺഗ്രസിന്റെ ഐക്യബോധം ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഈ ഭിന്നത ഇടതുമുന്നണിക്ക് പാലക്കാട് മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പുതിയ ആയുധം നൽകുമെന്നത് തീർച്ചയാണ്. സർക്കാരിനെതിരായ വിഷയങ്ങൾ ചർച്ചയാക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ കോൺഗ്രസിനുള്ളിലെ ഈ ചേരിപ്പോര് UDFന്റെ പൊതു സ്വകാര്യതയ്ക്ക് വലിയ വെല്ലുവിളിയാകും. എന്നാൽ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡഡ് ആയി നിൽക്കുകയാണ്. സസ്പെൻഷനിലുള്ള MLA ഇത്തരത്തിലൊരു പരിപാടിക്ക് എത്തുമ്പോൾ പാർട്ടിയെ മുൻകൂട്ടി അറിയിക്കേണ്ടതുണ്ടോ എന്ന ചോദ്യം ഇപ്പോൾ സമൂഹ മധ്യത്തിൽ ഉണ്ട്. അതിനാൽ തന്നെ കോൺഗ്രസിന്റെ ഈ പ്രതിഷേധം ന്യായമാണോ എന്ന ചോദ്യവും സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.